സൗദി അറേബ്യയിലേക്ക് ഒരു വർഷത്തെ കാലാവധിയുള്ള സന്ദർശക വിസകൾ താൽക്കാലികമായി നിർത്തലാക്കി. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ഹജ്ജിന് മുന്നോടിയായാണ് നടപടിയെന്ന് സൂചന. ഇതോടെ സന്ദർശക വിസയിൽ വരാനിരുന്ന കുടുംബങ്ങൾ ഇനി 3 മാസം വരെ നിൽക്കാവുന്ന സിംഗിൾ എൻട്രി വിസകൾ എടുക്കേണ്ടി വരും. സൗദി അറേബ്യയിലേക്ക് വരാൻ പ്രവാസി കുടുംബങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നത് ഒരു വർഷം വരെ കാലാവധിയുള്ള മൾട്ടിപ്പിൾ എൻട്രി വിസകളാണ്. ഈ വിസകളിൽ എത്തിയാൽ 3 മാസം വരെ തുടർച്ചയായി നിൽക്കാം. പിന്നീട് ഓൺലൈൻ വഴിയോ സൗദിക്ക് പുറത്തു പോയി വന്നോ വിസ പുതുക്കാം. ഇങ്ങനെ ഒരു വർഷം വരെ നിൽക്കാമായിരുന്നു. ഈ വിസയാണ് ഇപ്പോൾ ലഭിക്കാത്തത്. നിലവിൽ വിസ സ്റ്റാമ്പ് ചെയ്തവർക്ക് സൗദിയിലേക്ക് വരാൻ തടസ്സമില്ല. സൗദിയിൽ നിലവിൽ ഈ വിസകളിൽ ഉള്ളവർക്കും അവ പുതുക്കി കാലാവധി വരെ തങ്ങുകയും ചെയ്യാം. ഇക്കാര്യം ജവാസാത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് നിലവിൽ പുതുതായി വിസകൾ എടുക്കാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമാണ് തടസ്സം നേരിടുന്നത്. വിസ ലഭിച്ച് സ്റ്റാമ്പിങ്ങിന് കൊടുത്ത ചിലർക്കും അത് ലഭ്യമായിട്ടില്ല. ലഭ്യമായവരിൽ ചിലർക്ക് ഒരു വർഷത്തെ വിസയിൽ 1 മാസം വരെയാണ് കാലാവധി ലഭിച്ചത്. ഇതോടെ സൗദിയിലേക്ക് വരാനായി വിസ എടുത്തവർ പ്രതിസന്ധിയിലായി. ഉംറ വിസകൾ റമദാൻ അടുത്തതോടെ കുറഞ്ഞ ദിവസമേ ഇനി ലഭ്യമാകൂ. ഉംറ വിസയിൽ എത്തുന്നവരെല്ലാം ഹജ്ജിന് മുന്നോടിയായി ഏപ്രിൽ 28-നകം മടങ്ങണമെന്ന നിർദ്ദേശവുമുണ്ട്. ഇതോടെ ഇനി സൗദിയിലേക്ക് ഉപയോഗിക്കാവുന്ന ഏക വിസ ഇനി സിംഗിൾ എൻട്രി വിസകൾ മാത്രമായിരിക്കും. ഈ വിസയിൽ വന്നാൽ 90 ദിവസം വരെ തങ്ങാം. പക്ഷേ ഓരോ 30 ദിനമാകുമ്പോഴും 100 റിയാൽ ഫീസ് അടച്ച് വിസ പുതുക്കണം. 90 ദിവസം പൂർത്തിയാകുന്നതിനിടെ സൗദിയിൽ നിന്ന് പുറത്തുപോയാൽ വിസ റദ്ദാവുകയും ചെയ്യും. പിന്നീട് പുതിയ വിസ എടുക്കേണ്ടി വരും. 1 വർഷം കാലാവധിയുള്ള ബിസിനസ് വിസിറ്റ് വിസകളും നിലവിൽ നിർത്തിയിട്ടുണ്ട്. ഇന്ത്യ ഉൾപ്പെടെ കൂടുതൽ പ്രവാസികളുള്ള രാജ്യങ്ങൾക്കാണ് നിലവിൽ നിയന്ത്രണം. ഹജ്ജിന് മുന്നോടിയായാണ് ഈ നീക്കമെന്ന് കരുതുന്നു. കഴിഞ്ഞ വർഷം വിസിറ്റ് വിസകളിൽ എത്തിയവർ മക്കയിൽ പിടിയിലായിരുന്നു. വിസകൾ നിർത്തിയതിന്റെ പ്രത്യാഘാതം പരിശോധിച്ച ശേഷമാകും തുടർ നടപടികൾ എന്നാണ് വിവരം. അല്ലെങ്കിൽ ഹജ്ജിന് ശേഷം നിർത്തലാക്കിയ വിസകൾ ലഭിച്ചേക്കാം എന്നുമാണ് വിദേശകാര്യ കോൾ സെന്ററിൽ നിന്നും ലഭിക്കുന്ന മറുപടി. അഫ്താബ് റഹ്മാൻ, മീഡിയ 1, റിയാദ്.